എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസണിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 7ാം ദിവസമാണ് വാഗമണിലെ റിസോർട്ടിൽ നിന്ന് ഡോക്ടർ സിറിയക് പി ജോർജിനെ പോലീസ് പിടികൂടിയത്. ഇടുക്കി വാഗമണിൽ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഡോക്ടർ സിറിയക് പി ജോർജ്. അപകടമുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. സിറിയക് പി ജോർജിനെ പോലീസ് പിന്നീട് അങ്കമാലി സ്റ്റേഷനിലെത്തിച്ചു. ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റേഷനിലേക്കെത്തി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഡോക്ടർ സിറിയക് പി ജോർജിന്റെ അറസ്റ്റ്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല എന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ. ഇല്ല, അങ്ങനെ സ്വാധീനമുണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നടപടിയെടുക്കുന്നത്. പ്രതിയെ പിടികൂടിയതിൽ ആശ്വാസമെന്ന് ജാസ്ലിയയുടെ കുടുംബം. എന്തായാലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്, മാധ്യമപ്രവർത്തകരോടും എല്ലാവരോടും നന്ദി. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോടും സിസ്റ്റേഴ്സിനോടും പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് അറസ്റ്റിലായ സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.